അതെ, ഭാർഗവൻ സാറ് പറഞ്ഞിരുന്നു ഹരിയെ ഒന്ന് കാണാനായിട്ട്. ഞാൻ വാസു, ഇവൻ കണ്ണൻ. ഞാൻ പ്രദീപ്, ഇതെന്റെ അമ്മ ശാന്ത. ഞാൻ അമ്മിണി. ഞങ്ങളൊക്കെ ഇവിടെ നിത്യേന കൃഷി ചെയ്യുന്ന ആൾക്കാരാ. ഞങ്ങൾ 2-3 പേർക്ക് ഇവിടെ സ്വന്തമായിട്ട് ഭൂമിയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിടിച്ചു വെക്കാൻ പറ്റാണ്ടായി. ഞങ്ങൾ ഇതിന് മാറിയപ്പോൾ വേറെ പണിക്കാ പോകുന്നത്. വേറെ പണിക്കൊക്കെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ, മനസ്സ് എപ്പോഴും പാടത്തെ തന്നെയാ. ഞാൻ ഭാർഗവൻ സാറിനോട് ചോദിച്ചിരുന്നു, കൂടെ നിൽക്കാൻ പറ്റിയ ആരൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേരൊക്കെയാ പറഞ്ഞത്. നമുക്ക് ഭാർഗവൻ സാറിന്റെ വീട്ടിൽ ഒന്നിച്ചിരിക്കാം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ഹരിക്ക് കൂട്ടായ്മയെല്ലാം നല്ല പരിചയമുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അതാ ഞങ്ങൾക്ക് ഇത്ര ആവേശം. ആവേശം കെടുത്തണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ശരിയാക്കി എടുക്കാം. മോളുടെ പേരെന്താ? നിത്യ. വേറെ ജോലി വല്ലതും ഉണ്ടായിരുന്നു മോളെ? ഞാൻ ടീച്ചറായിരുന്നു. ആ ടീച്ചർ പണി വേണ്ടാന്ന് വെച്ചിട്ടാണോ പാടത്തിറങ്ങിയേ? അതിനെന്താ അമ്മേ, അങ്ങനെ ചിലരൊക്കെ ഇറങ്ങി വരട്ടെ, അപ്പോഴല്ലേ ഈ മണ്ണിലെ കാര്യങ്ങളൊക്കെ നടക്കൂ. അല്ല, ഇന്ന് കുടുംബക്കാരും ഇല്ലേ? നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളോ? നേരം വിളിക്കുമ്പോൾ ശീലം പോലെ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയതാ, അതുകൊണ്ടാ 2 പേര് മാത്രമായത്. എന്നാ പിന്നെ ഞങ്ങൾ പോവാ. ശരി, പിന്നെ കാണാം. അടി, എന്തൊരു സ്നേഹം അവർക്കൊക്കെ. ആദ്യമായിട്ട് കാണണമെന്ന് അറിയ പോലുമില്ല. ഇതൊക്കെയാണല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞാലും മനസ്സിലാവാത്ത ബന്ധം. ഇവിടെ ആരും നേട്ടങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കാറില്ല. കർഷകർക്കൊക്കെ ഒരു മനസ്സാ, അത് മറ്റാർക്കും ഒപ്പം എത്താൻ പറ്റാത്തത്. നമുക്ക് ഇന്നിവിടെ വെച്ചങ്ങ് നിർത്താം. നമുക്ക് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോണ്ടേ? ആ, പറഞ്ഞതുപോലെ സമയമായല്ലോ. കല്യാണിയുടെ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് അഡ്വക്കേറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. നമുക്ക് പോയാലോ? വാ. മാഡം, എനിക്ക് മോളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. മാഡം, വീണ ആ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് സ്നേഹിക്കാനാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. വീണ അതേ വീട്ടിലുണ്ടായിരുന്നപ്പോഴും പലതവണ ഞാൻ വീണയെ നിർബന്ധിച്ചതാ, കല്യാണിയെ നോക്കാനും സ്നേഹിക്കാനും ഒക്കെ. പക്ഷേ വീണ അന്ന് അതൊന്നും ചെവിക്കൊണ്ടതേയില്ല. അന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവൾ കുഞ്ഞിനെ വഴക്ക് പറയുമായിരുന്നു, തല്ലുമായിരുന്നു. വെറുക്കപ്പെട്ട ജന്മമെന്നല്ലാതെ ആ കുഞ്ഞിനെ അവൾ മറ്റൊന്നും വിളിച്ചിട്ടില്ല. എന്നിട്ട് ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടു. ഇനി ഇതിന്റെ നിയമപരമായ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമതായി, നിയമപരമായി നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനതിന് തയ്യാറല്ല എന്നല്ല, തയ്യാറായിട്ട് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ 2 പേരും എഡ്യൂക്കേറ്റഡ് ആണ്, നിയമവ്യവസ്ഥയെക്കുറിച്ച് അത്യാവശ്യം ബോധ്യമുള്ളവരുമാണ്. ഈ പ്രശ്നം കോടതിയിലെത്തിയ കോടതി അന്വേഷിക്കുക ഈ കുട്ടിയുടെ പിതാവും മാതാവും ആരെന്നാണ്. അവരുടെ 2 പേരുടെ അസാന്നിധ്യത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തിയെന്ന് പറയുന്നത് അവകാശമായി കോടതി പരിഗണിക്കില്ല. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, ഇത്രയും ചെറുപ്രായത്തിൽ കുഞ്ഞിനെ അവകാശവാദങ്ങളുടെ പേരിൽ കോടതി കൊണ്ടുപോയി നിർത്തണം. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിലേ കുഞ്ഞുനാളിൽ ഏൽക്കുന്ന ചെറിയൊരു മാനസിക ക്ഷതം മതി മുൻപോട്ടുള്ള വളർച്ചയെ അത് ബാധിക്കാൻ. കോടതിയിലെ സംഘർഷങ്ങളിൽ ആ കുഞ്ഞിന്റെ മനസ്സ് വല്ലാതെ ഉലയും. പക്ഷെ അത് കഴിഞ്ഞാലും കുഞ്ഞിനെ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതാണ് റിയാലിറ്റി. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ ഹരിയും നിത്യവും ഒന്നിച്ചാണ് ജീവിക്കുന്നത്.
ഹരിയുടെയോ നിത്യയുടെയോ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. നിയമപരമായി വീണ ഇപ്പോഴും ഹരിയുടെ ഭാര്യയാണ്. അതേ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിത്യ ഇപ്പോഴും ജീവന്റെ ഭാര്യയുമാണ്. ഒരു സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ചൊരു വീടോ റൂമോ ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലുള്ളവര് അത്തരം ചോദ്യങ്ങൾക്ക് നിന്നുകൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, നിങ്ങളുടെ കുടുംബങ്ങൾക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, സത്യസന്ധമായ ഒരു ഉപദേശമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സമാധാനപരമായി ആ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. എന്റെ അഭിപ്രായം ഇതാണ്. ഞാനൊരിക്കലും ആ കുഞ്ഞിന്റെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാക്കാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മറ്റൊരു അഡ്വക്കേറ്റിനെ കാണുന്നതിനോ ഉപദേശം തേടുന്നതിനോ തടസ്സമൊന്നുമില്ല. ഐ എം റിയലി സോറി. അപ്പോ കുഞ്ഞിനെ വിട്ടുകൊടുത്തേ പറ്റൂ അല്ലേ മാഡം? വേദനയോട് തന്നെ പറയാം, വേറെ പരിഹാരമില്ല.